വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങുകയാണ് പ്രതിപക്ഷം. നിയമ ഭേദഗതി വിഭജനം ലക്ഷ്യമിട്ടാണെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. വഖഫ് ബില്ലിനെ എതിർക്കാൻ കോൺഗ്രസ് എംപിമാർക്ക് രാഹുൽ ഗാന്ധി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നോബൽ വഖഫ് ബില്ലിനെതിരെ അതിശക്തമായ പ്രതികരണങ്ങൾ ലീഗിൽ നിന്നടക്കം സമാജ്വാദി പാർട്ടിയിൽ നിന്നടക്കം വന്നിരിക്കുന്നു. ഇന്ത്യ മുന്നണിയിൽ നിന്ന് മാത്രമല്ല, അപ്പുറത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്ന പാർട്ടികളിൽ നിന്ന് വരെ പിന്തുണ ഈ വിഷയത്തിൽ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ ഇന്ത്യ മുന്നണിക്കുണ്ട്. എന്താണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചിരിക്കുന്നത്? സ്മൃതി, ഇന്നിപ്പോൾ വഖഫ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കുകയാണ്. 1 മണിയോടുകൂടി തന്നെ ആ ബില്ല് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനു മുന്നോടിയായി തന്നെ ഇന്ന് എംപിമാരുടെ ഭാഗത്ത് നിന്ന് ആ ബില്ലിനെതിരായ നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. പ്രത്യേകിച്ച് ബില്ല് അവതരിപ്പിക്കാൻ അനുമതി നൽകരുത് എന്ന് കാണിച്ചുകൊണ്ട് നോട്ടീസ് കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ CPM-ൻ്റെയും ഒപ്പം ലീഗിൻ്റെയൊക്കെ എംപിമാർ നൽകി. മറ്റ് സമാജ്വാദി പാർട്ടി അടക്കമുള്ള പാർട്ടികളും ഈ ബില്ലിനെ എതിർക്കും എന്ന് വ്യക്തമാക്കി. ഇന്ന് ഈ ബില്ലിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് രാവിലെ കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി യോഗം ദില്ലിയിൽ പാർലമെന്റിൽ ചേർന്നത്. അതിൽ രാഹുൽ ഗാന്ധി ആയിരുന്നു ഇന്ന് യോഗത്തിൽ പങ്കെടുത്ത് അധ്യക്ഷത വഹിച്ചത്. രാഹുൽ ഗാന്ധി കൃത്യമായ നിർദ്ദേശം എംപിമാർക്ക് നൽകിയിട്ടുണ്ട്. കാരണം വഖഫ് നിയമത്തെ ഭേദഗതി ചെയ്യുന്ന ഈ ബില്ലിനെ പൂർണ്ണമായും എതിർക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മൊത്തം 44ഓളം വരുന്ന ഭേദഗതികളാണ് ഇതിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. ഈ ഭേദഗതികൾ കൊണ്ടുവരുന്നത് അതൊരു വർഗീയ ധ്രുവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്നും വരാനിരിക്കുന്ന ഹരിയാന, മഹാരാഷ്ട്ര അടക്കമുള്ള ജാർഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നോടിയായുള്ള ഒരു ധ്രുവീകരണമാണ് ലക്ഷ്യമെന്നും ഉള്ള വിമർശനങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ഒരു വർഗീയ ധ്രുവീകരണം ശ്രമിക്കുമ്പോൾ അത് ഒരു കാരണവശാലും അംഗീകരിക്കേണ്ട, അതിനെ പൂർണ്ണമായി എതിർക്കുക നിലപാട് എംപിമാരോട് സ്വീകരിക്കാൻ എന്താണെങ്കിലും രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നു. രാവിലെ തന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെയും UDF-ന്റെയും ഒക്കെ എംപിമാർ, ഒപ്പം ഇടത് എംപിമാരൊക്കെ ഇതിൽ ശക്തമായ പ്രതികരണങ്ങൾ ഇന്നലെ മുതൽ തന്നെ നടത്തുന്നതാണ്. ഈ ബില്ലിന്റെ കരട് വന്നതിന് പിന്നാലെ തന്നെ അവർ ഇതിൽ രൂക്ഷമായ വിമർശനം, പ്രത്യേകിച്ച് അമുസ്ലിങ്ങളായ ആളുകൾക്ക് പോലും ഈ വഖഫ് ബോർഡിൽ അംഗത്വം 2 പേരെ വഖഫ് ബോർഡിൽ നിയമിക്കുന്നു. അതോടൊപ്പം തന്നെ നിയമനം പൂർണ്ണമായും സർക്കാരിന്റെ കൈകളിലേക്ക് പോകുന്നു. നേരത്തെ 6 പേരെ തെരഞ്ഞെടുപ്പിലൂടെയാണ് നിയമിച്ചിരുന്നെങ്കിൽ അതിന് പകരം സർക്കാർ നോമിനേറ്റ് ചെയ്യുന്ന ആളുകൾ ഇതിലേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ ഈ വഖഫിന്റെ സ്വത്തുകൾ പലതും ഇന്നും പലരുടെയും കൈകളിലാണ്. പ്രത്യേകിച്ച് സർക്കാരിന്റെ തന്നെ കൈകളിൽ അതിൽ ഭൂരിഭാഗം സ്വത്തുക്കളും ഉണ്ട് എന്നാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ ആരോപിക്കുന്നത്. ഈ നിയമം യാഥാർത്ഥ്യമാകുന്നതോടെ അതിന്റെയൊക്കെ അവകാശം സ്വാഭാവികമായി സർക്കാരിലേക്ക് പോകുമോ എന്നടക്കമുള്ള നീക്കങ്ങൾ, അത്തരത്തിലുള്ള ആശങ്കകൾ മുസ്ലിം ലീഗിന് അടക്കമുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതോടൊപ്പം തന്നെ മറ്റ് മുസ്ലിം സംഘടനകളുമായി ബന്ധപ്പെട്ടൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുമ്പോഴും വലിയ രീതിയിൽ തന്നെ ഈ ബില്ലിനെ എതിർക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇതിൽ അവർ ഉയർത്തി കാണിക്കുന്നത്. എന്താണെങ്കിലും പ്രതിപക്ഷം ഈ വിഷയത്തെ എതിർക്കും. അതോടൊപ്പം തന്നെ NDA-യിലെ BJP ഒഴികെയുള്ള മറ്റ് ഘടകകക്ഷികൾ, പ്രത്യേകിച്ച് TDP ആകട്ടെ, JDU ആകട്ടെ, അത്തരത്തിൽ മറ്റ് ഘടകകക്ഷികളെ കൂടി ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാക്കി ബില്ലിനെ എതിർക്കാനുള്ള നീക്കത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ മുസ്ലിം ലീഗിന്റെ അടക്കം ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്നിപ്പോൾ ആ ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കാനുള്ള നീക്കമായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവുക. നിലവിലത്തെ കേന്ദ്ര സർക്കാരിന്റെ അംഗബലം വെച്ച് നോക്കുമ്പോൾ ബില്ല് പാസ്സാക്കാൻ കഴിയും. പക്ഷേ അതിൽ ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഉയർത്തും. ഒരുപക്ഷേ സഭ ഉച്ചയ്ക്ക് ശേഷം പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. സ്മൃതി, ശരി, വിഭജനത്തിലുള്ള ബില്ലെന്നാണ് രാഹുൽ ഗാന്ധി വഖഫ് ബോർഡ് ബില്ലിനെ വിശേഷിപ്പിച്ചത്. ബില്ല് പാസ്സാകും, പക്ഷേ വലിയ പ്രതിപക്ഷ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉയർന്നുവരും.